അമേരിക്കയുടെ C-70 വിമാനം ഇപ്പോൾ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ചർച്ചകളിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ C-70 എന്ന് പറയുന്ന വിമാനം ചില്ലറക്കാരനല്ല. ഇത് പല ഉപയോഗങ്ങൾ ഇതിനുണ്ട്. അതായത് നമ്മൾ അഭയാർത്ഥികളെ കൊണ്ടുപോകാൻ ഇത് ഉപയോഗിക്കും. പിന്നെ പല സൈനിക സന്നാഹങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഇത് ആദ്യം കേട്ട ചർച്ചകളൊക്കെ ഈ ഇന്ത്യ, ചൈന, പിന്നെ ഇറാൻ ഈ 3 രാജ്യങ്ങളെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ് ആദ്യം വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബലൂച്ചികളെല്ലാം അടിച്ച് അമർത്താനായിട്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ വിഭവം, അതായത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു പ്രദേശമാണ്. അവിടെ ഒരുപാട് വിഭവ സമ്പത്തുള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെയുള്ള കംപ്ലീറ്റ്, അതായത് ഈ രാജ്യം അങ്ങ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരെ മൊത്തം, സ്ത്രീകളെയും കുട്ടികളൊക്കെ എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് വിട്ടിരിക്കുന്നത്, അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് പാകിസ്ഥാൻ കടക്കുന്നതെന്ന് കേൾക്കുന്നത്. എന്താണ് സാർ അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഈ നൂർഖാൻ വിമാനത്താവളം അറിയാമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ഈ സിന്ധൂരിനകത്ത് 11 വ്യോമത്താവളങ്ങൾ അടിച്ചതിനകത്ത് നൂർഖാൻ അടിച്ചപ്പോഴാണ് യുദ്ധം നിന്നത്. ഇതൊക്കെ അറിയാമല്ലോ. നൂർഖാൻ അപ്പം ആരുടെ കയ്യിലായിരുന്നു? അഫ്ഗാനെ നേരിടുന്നതിന് വേണ്ടി വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്നു. അഫ്ഗാൻ നേരിട്ടപ്പോഴായി നൂർഖാൻ വന്ന് അന്ന് വിമാനം ഇറങ്ങിയതും ഹെലികോപ്റ്റർ ഇറങ്ങിയതും ഒക്കെ നമുക്ക് ലോകം ചർച്ച ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിന്നായിരുന്നു അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഈ വിമാനത്താവളത്തിൽ നിന്ന് ഒരു അമേരിക്കക്കാർ പോയിട്ടില്ല എന്നാണ് നമുക്ക് സിന്ധുവിന് ശേഷം മനസ്സിലായത്. പോയിട്ടില്ല. അവിടുത്തെ അടിയോടുകൂടി ആ വ്യോമത്താവളം തകർന്നു. ധാരാളം ഈ പറയുന്ന US-ൻ്റെ സൈനികരൊക്കെ മരിച്ചു. അത് വെളിയിൽ വിടാൻ US-ന് പറ്റാത്തതുകൊണ്ട് വെളിയിൽ വിട്ടില്ല. നമ്മളതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളും അത് പറയാൻ പറ്റത്തില്ല, നമ്മളും വെളിയിൽ വിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പം ആ വിമാനത്താവളം റീബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ വ്യോമത്താവളം രണ്ടാമത് പൂർണ്ണ അവസ്ഥയിൽ അല്ലെങ്കിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ 4-5 കൊല്ലം വേണ്ടി വരും. പക്ഷേ അവിടെ സൈനിക വിമാനം C-70 എന്നുവെച്ചാൽ സൈനിക വിമാനം എന്ന് പറഞ്ഞാൽ പോർ വിമാനമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈനിക സാമഗ്രികൾ, വലിയ ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വിമാനമാകും. ഹെലികോപ്റ്റർ കൊണ്ടുവരാം, ചില മാധ്യമങ്ങൾ പറഞ്ഞ് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാം. ഏതായാലും അത്തരത്തിൽ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അതിനകത്ത് പഴം കൊണ്ടുവരത്തില്ല, യുദ്ധത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അവിടെ ഇറങ്ങിയിരിക്കുന്നു. ഇത് വലിയ വാർത്തയാണ്, ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത്, ആ വാർത്തയ്ക്കകത്ത് അന്ന് ചൈനയും ഒരു പക്ഷേ ഇറാനും ഇന്ത്യയും വീക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം ഇന്ത്യക്കെതിരെ ഈ പറയുന്ന പാകിസ്ഥാൻ ഏത് സമയവും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അടിക്കുമെന്ന് നമുക്കറിയാം. അടിച്ചിട്ടുമുണ്ട്. നാളെയും അവൻ്റെ ഈ പറയുന്ന പട്ടിയും തമ്മിലുള്ള ശത്രുത പോലാണല്ലോ. അവൻ്റെ ആജന്മ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ശത്രുതയാണ് അവന് ജീവിക്കാനുള്ള ഒരു വാശി ഉണ്ടാക്കി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇവൻ്റെ പല വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അപ്പം നമ്മളതിൻ്റെ നീക്കുപോക്കുകളാണ് ഇപ്പം വീണ്ടും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പാകിസ്ഥാനകത്ത ഒരു ഓപ്പറേഷന് വേണ്ടി തന്നെയാണ് തയ്യാറെടുക്കുന്നത് അമേരിക്ക. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു പക്ഷേ കണ്ണ് വെച്ചിട്ടുണ്ട് ട്രംപ് പലയിടത്തും കണ്ണ് വെച്ചിട്ടുണ്ടല്ലോ. ഇയാൾ ഈ കണ്ണ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇയാളിപ്പോൾ അമേരിക്കയെ അങ്ങ് രക്ഷപ്പെടുത്തി കളയുമെന്നുള്ള. അമേരിക്കയിൽ ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ റെയർ മെറ്റീരിയൽസും മറ്റു പല കാര്യങ്ങളും. ഇവനിപ്പോൾ കന്നത്തിന് തുടങ്ങിയാൽ ഇവൻ്റെ ട്രംപ് ചത്താലും കന്നം തീർത്ത് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റെയർ മെറ്റീരിയൽസിൻ്റെ വലിയൊരു ശേഖരമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് ഒരു ബലൂചിസ്ഥാൻ. ഏറ്റവും കൂടുതൽ റെയർ മെറ്റീരിയൽസും അതുപോലെ പ്രതിസമ്പത്തുകളും ഉള്ള ഒരു സ്ഥലവും ജനസംഖ്യ വളരെ കുറവുള്ള സ്ഥലവും. ഇതുണ്ട്, ഈ ഇറാനായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നിയല്ല, മുസ്ലിങ്ങളുടെ ഒരു ഏരിയയോ. അപ്പോൾ അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഈ വളരെ മൃഗീയമായിട്ട് ഈ 48 തൊട്ട് അവിടെ പിടിച്ചെടുത്തതിന് ശേഷം ആ പ്രദേശത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് പലർക്കും പാട്ടം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ കൊള്ളയടിച്ചിട്ട് ഇത് ധാതു സമ്പത്തുകൾ മറ്റും നീക്കം ചെയ്യുന്നു. എന്നിട്ട് ആ പ്രദേശത്തു നിന്നും വിൻഡുകൾ സ്ഥാപിക്കുന്നു. ആ കരണ്ട് അവന്മാർ കൊണ്ടുപോകുന്നു. ഇവർക്ക് എന്നിട്ട് അവിടെ എന്നും ഈ പറയുന്ന പോലെ പിയോക്കയിലും ഇവിടെ ഇരുട്ടാകുന്നു. അപ്പോൾ ഇവിടെ ഈ കോടിക്കണക്കിന് രൂപ, 2300 കോടി രൂപയോളം സീപോർട്ടിനും അല്ലെങ്കിൽ എയർപോർട്ടിനൂടെ മുടക്കിയിട്ട് ആളിഞ്ചത്ത് അവിടെ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ചൈന നിൽക്കുക. അപ്പം ആ അവസ്ഥയിൽ ഇത് വീണ്ടും മറിച്ചു കൊടുക്കാം. മുനീറിൻ്റെ വലിയ കച്ചവടക്കാരനാണ്. മുനീറും ട്രംപ് കൊച്ചാടിനോട് ഇപ്പോൾ ഭയങ്കര കച്ചവടമാണ്. മോടേയും മരുമോൻ്റെയും മോണാണെന്നോ മരുമോൻ്റെയും കൂടെ ക്രിപ്റ്റോ കറൻസിയും മറ്റ് പല കച്ചവടങ്ങളും ഒക്കെ നടത്തിക്കുന്നതിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങ് കച്ചവടം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതാ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, ഏറ്റവും വലിയ പെട്രോളിയം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് പാകിസ്ഥാനെ ഞങ്ങൾ മാറ്റിയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന്. അപ്പോൾ ഇവിടെ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുണ്ട്,
ഈ പ്രദേശത്ത് ഈ പറയുന്ന റെയർ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയൊക്കെ ആയിട്ട് ചൈന വന്നത്. ചൈന ഇതെല്ലാം വെച്ചൊഴിഞ്ഞു, അവിടെ നിന്നുള്ള ആളിനെ തിരിച്ചു ഒഴിഞ്ഞു. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ട്, അന്ന് അവിടുത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ ദുബായ് ആക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ദുബായ് ആക്കണ്ട, ഞങ്ങൾ ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക, അത് മതിയെന്ന് പറഞ്ഞു ആടി അങ്ങ് കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പോഴും ജാഗറായിക്കൊണ്ടിരിക്കുക. വളരെ വലിയ കാഷ്വാലിറ്റി പട്ടാളത്തിന്റെ പേരിലും ശാസ്ത്രജ്ഞന്റെ പേരിലും ഒക്കെ ചൈനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ റെയർ മെറ്റീരിയൽസ് കണ്ണുവെച്ച് പാകിസ്ഥാൻ വീണ്ടും ചൈനയെ കൊണ്ട് സാധിക്കാത്തത്, ഒരുപക്ഷെ ചൈനയെക്കാട്ടി ബലമുള്ളതും കൂട്ടുപിടിച്ചാൽ കൊള്ളാവുന്നതുമായിട്ടുള്ള ആളാണ് അമേരിക്ക എന്ന് കണ്ടുകൊണ്ട് നാളെ കാലത്ത് നമ്മളെ അടിക്കാൻ ചൈനയെക്കാട്ടിൽ അമേരിക്കയെ പിടിച്ചാൽ നടക്കുന്നുണ്ടോ മുനീറുമായിട്ടുള്ള കച്ചവടവും ഇതിൻ്റെ കൂടി ഇന്ത്യ അടിക്കാനുള്ളൊരു സാധ്യത നോക്കി ഇതങ്ങ് കച്ചവടം ചെയ്യുക. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ബലൂചിസ്ഥാനിൽ ഈ ആർമിയെ ഒരു ഭീകരവാദിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചല്ലോ, ആഗോള ഭീകരവാദി. അവർ ഈ അതിന് വെളിയിലോട്ട് അങ്ങ് ഒരു പോയിട്ടൊരു കാര്യം നടത്തിയിട്ടുള്ളതല്ല. ഇപ്പോൾ യുവമാർക്ക് ഇഷ്ടമുള്ളവരെല്ലാം അവന്മാർ ആഗോള ഭീകരവാദിയാകും. അപ്പോൾ അവിടുത്തെ സൈനികർ ഇപ്പോൾ ടാങ്കറുകൾ മറ്റും അതിർത്തിയിൽ, പാകിസ്ഥാൻ അതിർത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയിലൊക്കെ വരുമല്ലോ, അല്ല അതിർത്തിയിലൊക്കെ വിന്യസിച്ചു. ഇതിനു വേണ്ടിയുള്ളൊരു നീക്കം, അതായത് അവിടെ അവരെ ഒന്ന് അടിച്ചൊതുക്കിയിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒരു ചൈനയുടെ പൈസയൊക്കെ കൊടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. കൊടുത്തില്ലെങ്കിൽ ചൈനയ്ക്ക് ഇപ്പം നമ്മളെക്കാട്ടി കൂടുതൽ പ്രശ്നം ചൈനയ്ക്ക് വരാൻ പോകുന്നു ഇവിടെ വന്നാൽ. ഇപ്പം ഇത് ഒത്തോണം നടത്തിക്കൊണ്ട് പോകാൻ ഒക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം അവിടെ ഈ ബലൂചിസ്ഥാൻ ഒരു ബലവും അല്ലെങ്കിൽ കരുത്തുമൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇന്ത്യയൊക്കെ ഒന്നും അറിയത്തില്ലെന്നാണ് ഇന്ത്യ പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ കരുത്തുറ്റ സംവിധാനങ്ങൾ ഉണ്ടായേ മതിയാകത്തുള്ളൂ. കാരണം അമേരിക്കൻ പട്ടാളം അവിടെ ഇറങ്ങി ഇവരെ അടിച്ചൊതുക്കാൻ നിൽക്കുകയാണ്. ഏതായാലും അവർ മാറിക്കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക അവിടെ കിടന്ന് വിരളും, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് വരും. അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് ഇവന്മാർ അവിടെ നിന്ന് ഇട്ടിട്ട് പോയൊരവസ്ഥയുണ്ട്. അപ്പം ഏതായാലും ഇതാണ് ഇതിൻ്റെ ഒരു ഈ കാര്യം, ഉള്ള രീതി. അമേരിക്ക റെയർ മെറ്റീരിയൽസ്, വെനിസുലയിൽ അറിയാമല്ലോ, വെനിസുല ഭരണാധികാരി ഈ പറയുന്ന പോലെ അയാൾ സ്വേച്ഛാധിപതിയാണ്, മോശമാണ്. പക്ഷെ അയാൾക്കുടെ കയ്യിൽ ഇപ്പം മയക്കുമരുന്നുണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നത്. ഇപ്പം എല്ലാത്തും പിന്നെ കാര്യം എന്തെന്ന് അറിയാം, മയക്കുമരുന്നൊന്നും അല്ല. പണ്ട് സദാം ഹുസൈൻ്റെ അവിടെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആറ്റം ബോംബ് പിടിച്ചു കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അയാൾ ശരികേടായിരുന്നെങ്കിലും അയാളുടെ രാജ്യത്തിനകത്ത് ഈ ഒരു വിഷയം വെച്ച് ഇവിടെയും ചെന്ന് കയറാൻ ഒരു സാധ്യത. കാരണം ഇവിടെ റെയർ മെറ്റീരിയൽസിന്റെ കെയർ ഓഫിൽ കയറുന്നുണ്ടെങ്കിൽ വെനിസുലയുടെ ഉദ്ദേശം പറഞ്ഞാൽ വലിയ എണ്ണശേഖരമുണ്ട്. അപ്പോൾ ഇത് പിടിച്ചെടുക്കുക എന്നുള്ള അവിടുത്തെ പപ്പുവിൻ്റെ കൂട്ടുള്ള പ്രതിപക്ഷ നേതാവുണ്ട് അവിടെ, അവൻ്റെയൊക്കെ സഹായത്തോടു കൂടി. അപ്പം ഇത് അമേരിക്കയുടെ ഒരു കാര്യമാണ്, എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ളതിൽ. ഇവൻ പണ്ട് രക്ഷപ്പെട്ട് നിന്നപ്പോഴും പിടിച്ചു പറിച്ചാൽ പൈസ ഉണ്ടാക്കി, ഈ ലോകരാജ്യങ്ങളെ മൊത്തം പെടുത്തിയാണ് പൈസ ഉണ്ടാക്കി. ഇപ്പോഴും അതേ തത്വത്തിൽ കൂടി മുന്നോട്ട് പോകണം. പക്ഷെ വെനിസുലയുടെ പുറകിൽ ഇറാനുണ്ട്, റഷ്യയുണ്ട്, ഹൂത്തികളുണ്ട്, ഇല്ല ഉത്തര കൊറിയയുടെ അവൻ ഇവിടുന്ന് ഈ എണ്ണ അടിച്ചോണ്ട് പോകുന്നത് രഹസ്യമായിട്ട്, ഇല്ല കിം ജോങ് അതെ. അപ്പം ചിലപ്പോൾ ചെന്ന് വീണ് കൊടുക്കുന്നത് പ്രശ്നമാവും. ആ രാജ്യം ഒറ്റയ്ക്കാണെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിന് വേണ്ടിയുള്ള കാര്യം. അപ്പം ഇത് ലോകത്തുടനീളം ഈ രീതിയിലുള്ള ഒരു പോക്ക് അല്ലെങ്കിൽ നീക്കുപോക്കാണ് അമേരിക്ക എന്ന് നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ഈ നൂർഖാൻ വിമാനത്താവളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന C-17 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഈ ബലൂചിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആണെന്നാണ് പുതിയ വാർത്ത.